ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കോളേജിൽ പോയാലോ? എല്ലാ ദിവസവും പോണ പോലെയല്ല, ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെന്റാണ് നമ്മൾ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് അയനയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ ചെലവ് ചോദിച്ച എക്സ്പ്രഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനല്ല നിന്നെ നല്ല നേരത്തെ പറഞ്ഞിട്ടത്. അങ്ങനെ ഉച്ചവരെ കേൾക്കുന്ന ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഉച്ചയായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരൊറ്റ മൈൻഡിൽ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കൊണ്ട് പോയി. അത് അവള് കേക്ക് വേണ്ട, സെലിബ്രേറ്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആദ്യം ഞങ്ങളൊരു ഗിഫ്റ്റിൽ ഒതുക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ബർത്ത്ഡേ ആണ്, അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാലോ. പിന്നെ ഞങ്ങളുടെ നാച്ചുറൽ ആക്ടിങ് കാരണം അവൾക്ക് സംഭവം നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തായാലും കേക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ ആള് കേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു. അതിപ്പോൾ അവളെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഒറ്റ മൈൻഡിന്റെ ആൾക്കാരായതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. അതിപ്പോൾ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്കും കാര്യങ്ങളും മാത്രമല്ലല്ലോ, അയ ബർത്ത്ഡേ ഗേളിന്റെ ഹാപ്പിനെസ്സും കൂടിയാണല്ലോ നമ്മുടെ കാര്യം. അങ്ങനെ നേരത്തെ ഞാൻ കേക്ക് കൊടുത്ത് ശരിയാവാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടി കേക്ക് എടുത്ത് അവൾക്ക് കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കാർ കയറി വരുന്നു. പിന്നെ ഇതായിരുന്നു ബർത്ത്ഡേ ഗേളിന്റെ റെസ്പോൺസ്. എങ്ങനെയുണ്ടായിരുന്നോ കുട്ടി? സർപ്രൈസ്ഡ് ആയോ? ഞാനങ്ങോട്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീട്ടിൽ പോവാ. നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസമായി വീട്ടിൽ പോയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടിയും കിടക്കെടുത്ത് പോവാ. അങ്ങനെ പതിവ് പോലെ എന്നെ കാത്തന്റെ മമ്മിയോടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കടയിലൊക്കെ കയറി പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പോൾ ഒരു 2 ദിവസം ഞാൻ ഇവിടെ തന്നെ. അപ്പൊ ശരി, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂട്ടാ.